ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചോറിനൊപ്പം ചപ്പാത്തിക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന കുറേ ദിവസം കേടുവരാതെ ഇരിക്കുന്ന നല്ലൊരു കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഒരു വെളുത്തുള്ളി കറിയാണ്. വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു കറിയാണ് ഇത്. തമിഴ്നാട്ടിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വെളുത്തുള്ളി കറിയാണിത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇത് കുറേ ദിവസം കേടുവരാതെ വെക്കാം കേട്ടോ. നമുക്ക് യാത്രകളിലൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ 3-4 ദിവസമൊക്കെ പുറത്ത് വയ്ക്കാം. ഫ്രിഡ്ജിൽ വയ്ക്കുക വെച്ചാൽ കുറേ ദിവസം കേടുവരാതെ ഇരിക്കും. നല്ല ടേസ്റ്റാണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് നല്ലെണ്ണ ആവശ്യത്തിന് ഒഴിക്കുക. ഇത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നല്ലെണ്ണയിലായിരിക്കും. നല്ലെണ്ണ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം. പക്ഷേ ആ നല്ലെണ്ണയുടെ ഫ്ലേവറാണ് ഇതിൻ്റെ ആ ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവം. ഇതിപ്പോൾ യാത്രകളിലൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ കേടുവരും. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയാണ് ചേർക്കുന്നത്. അപ്പോൾ ആ ഉലുവയുടെ ഫ്ലേവർ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടും. അപ്പോൾ ഇനി കടുകും ഉലുവയൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ഈ കറി ഉണ്ടാക്കുമ്പോൾ എണ്ണ കുറച്ചിങ്ങനെ മീതെ നിൽക്കത്തക്ക വിധത്തിലാണ് ഈ കറി ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ എണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചാലാണ് കറി കേടുവരാതെ ഇരിക്കുള്ളൂ. കടുകും ഉലുവയും പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1 പിടി കറിവേപ്പിലയും 1-2 ഉണക്കമുളകും ചേർക്കണം. ഇതിലേക്ക് ഞാൻ ഒരു 20 ചെറിയ ഉള്ളിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ചെറിയ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് ഒരു വലിയ സവാള ചേർക്കാം. പക്ഷേ ചെറിയ ഉള്ളിയാണ് ഏറ്റവും ടേസ്റ്റ്. ഞാൻ സവാള ചേർത്ത് ഉണ്ടാക്കിയപ്പോൾ ഇതാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ചെറിയ ഉള്ളി ഒരു 20 എണ്ണം എടുക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിലൊരു 15 എണ്ണം ഇങ്ങനെ വലുത് ഒന്ന് കീറിയിട്ട് ഇടാം. പിന്നെ ഒരു 5 എണ്ണം ഇങ്ങനെ മുഴുവനായിട്ട് ഇടണം. വളരെ ചെറിയ ചെറുള്ളിയാണെങ്കിൽ അത് കീറേണ്ട ആവശ്യമില്ല കേട്ടോ, മുറിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മുഴുവനായിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വല്ലാതെ അങ്ങനെ ഉടഞ്ഞു പോവും. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് വെളുത്തുള്ളിയാണ്. അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നാടൻ വെളുത്തുള്ളിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചൈനീസ് വെളുത്തുള്ളി ആണെങ്കിൽ അത് കുറച്ച് വലുപ്പം കൂടുതലായിരിക്കും. അപ്പോൾ അതൊന്ന് നെടുകെ കീറിയിട്ട് ചേർത്തോളൂ കേട്ടോ. നാടൻ വെളുത്തുള്ളി ആണെങ്കിൽ നെടുകെ കീറേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഇത് ഇട്ടാൽ മതി. എന്നിട്ട് അതൊന്ന് വഴറ്റുക. ചെറുതായിട്ടൊന്ന് കളർ മാറുന്ന വരെ വഴറ്റണം. ഒന്ന് നല്ല സോഫ്റ്റ് ആവണം കേട്ടോ. ആ ഒരു രീതിയിൽ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടും. പിന്നെ ഇത് വഴറ്റിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിങ്ങനെ വെന്ത് ഉടഞ്ഞു പോകരുത്. ആ ഒരു രീതിയിൽ വേണം ഇത് വഴറ്റിയെടുക്കാൻ. അപ്പോൾ ഇതാ ചെറുതായിട്ട് കണ്ടില്ലേ കളർ മാറി തുടങ്ങി. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു തക്കാളിയാണ് ചേർക്കുന്നത് കേട്ടോ. തക്കാളി നല്ല പഴുത്ത തക്കാളി തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ 1 ചേർത്തിട്ടുള്ളൂ. ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ചേർത്തിരിക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് ആ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഇപ്പോൾ ഇതാ തക്കാളി നന്നായിട്ട് വെന്തിട്ട് ആ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇത് വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ കൂടും. അപ്പോൾ 1/2 ടീസ്പൂൺ മതി. നിങ്ങൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്നതാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് 2 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം. ഫ്ലേവറിനനുസരിച്ച് കേട്ടോ. നല്ല മണമുള്ള മല്ലിപ്പൊടിയൊക്കെ വെച്ചാൽ 1/2 ടീസ്പൂൺ മതി. ആവശ്യത്തിന് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറും എരിവുള്ളതും കൂടിയിട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്ന് ഞാൻ പറഞ്ഞത് 1/2 ടീസ്പൂൺ വടിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. മുളക് പൊടി ഇപ്പോൾ എനിക്ക് എരിവിന് ആവശ്യമായിട്ടുള്ളതാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. കുറച്ച് എരിവ് വേണം, കാരണം നമ്മളിത് പുളിയൊക്കെ ചേർക്കുന്നതല്ലേ. അപ്പോൾ കുറച്ച് എരിവുണ്ടെങ്കിലാണ് ഈ കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. കുരുമുളക് പൊടിയൊന്നും അധികം ആവരുത് കേട്ടോ. 1/2 ടീസ്പൂൺ മതി. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് പൊടിച്ചതാണ്, അതും കൂടിയും ചേർത്തിട്ടുണ്ട്. ഈ ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ അധികം നമുക്ക് അറിയൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ മൊത്തം ആ കറിയുടെ ടേസ്റ്റ് ഒന്ന് കൂട്ടും. നിങ്ങൾക്ക് നല്ല ഇഷ്ടമാണെങ്കിൽ 1/4 ടീസ്പൂണും പിന്നെ ഒരു നുള്ളും കൂടിയൊക്കെ ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടിയിട്ട് ആ മസാല നന്നായിട്ട് മൂത്ത മണം വരണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് പുളിവെള്ളമാണ്. അതായത് വാളൻ പുളി കുതിർത്തി വെച്ച വെള്ളമാണ് കേട്ടോ. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒന്ന് നന്നായിട്ട് കുതിർത്തിയിട്ട് അതിൻ്റെ ആ വെള്ളമാണ്. പുളി എപ്പോഴും നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് മാത്രമേ ഒഴിക്കാവൂ.
അപ്പോൾ നിങ്ങൾ ആദ്യം കുറച്ച് ഒഴിക്കുക, എന്നിട്ട് ടേസ്റ്റ് ഒന്ന് തിളച്ചതിൻ്റെ ശേഷം ടേസ്റ്റ് നോക്കുക. പുളി ഒന്ന് വെന്തതിന് ശേഷമാണ് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. ആദ്യം നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ടേസ്റ്റ് പിടികിട്ടില്ല. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് കുറച്ച് ബാക്കി വയ്ക്കുക, എന്നിട്ട് ഒഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി ബാക്കിയുള്ള പുളിവെള്ളം കേട്ടോ. ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി മതിയാവും. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് നല്ല ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ തിളച്ച വെള്ളമായാലും മതി ഒഴിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കുക. പിന്നെ വാളൻപുളി തന്നെ ചില പുളിക്ക് പുളിരസം കുറച്ച് കൂടുതലാവും, ചിലതിന് അത്ര തന്നെ ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് കുറുകിയിട്ട് ആ എണ്ണ നന്നായിട്ട് മീതെ തെളിഞ്ഞ് വരണം. അപ്പോൾ അത് കുറച്ച് സമയം അടച്ചു വയ്ക്കുക തന്നെ വേണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ അത് പുളി നന്നായിട്ട് വെന്ത മണമൊക്കെ വരുന്നുണ്ട്. പുളി വെന്ത് അതിൻ്റെ ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകിയിട്ട് മീതെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ മീതെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരണം. അതുവരെ നമ്മളിത് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം. ഇനി ഏറ്റവും അവസാനം നമ്മൾ ഓഫ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു കഷ്ണം ശർക്കര ചേർക്കുക. ശർക്കര ഇല്ലെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്താൽ മതി. ശർക്കരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ആ പുളിയും അതുപോലെ തന്നെ എരിവും ഉപ്പും മധുരം എല്ലാം കൂടിയിട്ട് അതിൻ്റെ ആ ടേസ്റ്റ് ഒന്ന് ക്രമീകരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കറി നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ വെയിലത്ത് വെച്ച് ഉണക്കിയ നല്ലൊരു ഗ്ലാസ് ജാറിൽ ആക്കി വയ്ക്കുക. കുറേ ദിവസം കേടുവരാതിരിക്കും. 2-3 ദിവസമൊക്കെ പുറത്ത് വയ്ക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ ദിവസം കേടുവരാതിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്